ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത്. വിക്രവും വേദയും ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരിക്കൊടുത്ത് കഴിക്കുന്നൊക്കെയുണ്ട്. ആ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷമാണ്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കൊക്കെ തീരെ കുറവാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിക്രത്തിൻ്റെ അച്ചമ്മ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. സുധാകര മാഷിൻ്റെ അമ്മ വലിയ കർക്കശക്കാരിയാണ് ആള് നല്ല രസികത്തിയാണ് കേട്ടോ. ഒരു നല്ല രസമുള്ള കുറച്ച് എപ്പിസോഡുകളാണ് അച്ചമ്മ വീട്ടിലെത്തുമ്പോൾ ഉണ്ടാവുന്നത്. അച്ചമ്മയാണ് കേട്ടോ നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും ശാന്തി മുഹൂർത്തമൊക്കെ നടത്തുന്നത്. ഇത് അച്ചമ്മ വന്നു കഴിയുമ്പോൾ തന്നെ വേദ അച്ചമ്മയെ കയ്യിലെടുക്കുകയാണ് ചെയ്യുന്നത്. വേദയെ ആദ്യം കാണുമ്പോൾ തന്നെ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, സുധാകര, ഇതാരാ ഈ പെൺകുട്ടി? ഇവരെ രണ്ടുപേരെയും മനസ്സിലായി. ഇത് ശ്രീജയും ഇത് നന്ദിനിയും. ഇതാരാ ഇവള് എന്ന് ചോദിക്കുക. അപ്പോഴേക്കും നമ്മുടെ കമല അങ്ങ് പേടിക്കുകയാണ് കേട്ടോ. അപ്പം ഉടനെ തന്നെ വിനായകൻ അവിടെ നിന്ന് പറയാൻ, എന്ത് ചോദ്യം ഇത് അച്ചമ്മേ? ഇത് നമ്മുടെ വിക്രത്തിൻ്റെ ഭാര്യ വേദ. വിക്രത്തിൻ്റെ ഭാര്യയോ? ഇവനതിന് കല്യാണം കഴിച്ചോ? അപ്പോഴേക്കും ഉടനെ തന്നെ നന്ദിനി പറയണ്ട, പിന്നെ അവൻ്റെ കല്യാണം കഴിഞ്ഞു. അതൊന്നും അച്ചമ്മയെ അറിഞ്ഞില്ലല്ലേ? അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടി കൂട്ടിക്കൊണ്ട് വന്നു. ആഹാ, ഇത് കൊള്ളാലോ. എടാ സുധാകര, നിന്റെ മകൻ വിവാഹം കഴിച്ചിട്ട് എന്നെ ഒന്നും അറിയിച്ചു പോലും ഇല്ലല്ലേ? അങ്ങനെ ഒരു പരിപാടിയൊന്നും നിനക്കില്ലല്ലേ? നിന്റെ അമ്മയല്ലേടാ ഞാൻ. എന്നിട്ട് നിന്റെ ഇളയ മകൻ്റെ വിവാഹം എന്നെ അറിയിക്കാൻ ഞാൻ എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ സുധാകരൻ മാഷ് പറയാണ്, അതമ്മേ, അങ്ങനെയൊന്നും അല്ലായിരുന്നു ഇത്. പിന്നെ എങ്ങനെയായിരുന്നു പിന്നെ എന്ന് ചോദിക്കുമ്പം വിനായകൻ പറയാണ്, അതേ, അവനെ അമ്പലത്തിൽ വെച്ച് നിർബന്ധമായിട്ട് പ്രേമിച്ച് താലി കെട്ടി കൊണ്ടുവന്നത് അച്ചമ്മേ. ആഹാ, അത് കൊള്ളാലോടാ വിക്രം. നീ പാവം പോലെ ഇരുന്നിട്ട് പുലി പോലെയാണല്ലോടാ നിന്റെ പ്രവൃത്തി. ഈ പെൺകുട്ടിയെ നീ പ്രേമിച്ച് കൂട്ടിക്കൊണ്ട് വന്നാണല്ലേ? അങ്ങനെ വരട്ടെ, ചുമ്മാതെയല്ല എന്നെ അറിയിക്കാതിരുന്നത്. കൊള്ളാം. എന്നിട്ട് താലിയൊക്കെ കെട്ടിയോ എന്ന് പറയുമ്പോൾ നദിനി പറയാം, താലി മാത്രമേ കെട്ടിയിട്ടുള്ളൂ, വേറൊന്നുമില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. ആഹാ, മോളിന് വന്നേ വേദേ, നീ കൊള്ളാലോടി ആള്. ഇവനെ വളച്ചെടുത്തില്ലേ? നീ ആള് മിടുക്കി തന്നെയാ കേട്ടോ എന്നൊക്കെ അച്ചമ്മ പറയുമ്പം വേദ പറയാണ്, ശരി അച്ചമ്മ എന്നൊക്കെ ഇങ്ങനെ നാണത്തോടെയൊക്കെ നിൽക്കുക. വിക്രത്തിന് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. സുധാകരൻ മാഷിനും ദേഷ്യം വരുന്നുണ്ട്. സുധാകരൻ മാഷിനാണെങ്കിൽ അമ്മയെ ഭയങ്കര പേടിയാണ് കേട്ടോ. അമ്മ അതുപോലൊരു ദേഷ്യക്കാരിയാണ്, എന്നാൽ നല്ല രസികത്തിയാണ്. കമലയ്ക്കും പേടിയാണ്. കമല ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ സുധാകരൻ മാഷ് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് പറയാൻ പോകുമ്പം കമല പറയുന്നുണ്ട്, ഒന്നും പറയണ്ട, അമ്മ ഇനി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്ന് പറയാൻ. അങ്ങനെ വേദയെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയാണ്, വാ മോളെ, ഇങ്ങോട്ട് വന്നേ, അച്ചമ്മയൊന്ന് കാണട്ടെ എന്നൊക്കെ പറയുമ്പം വേദ വന്നിട്ട് അച്ചമ്മയുടെ കാലിൽ തൊട്ട് തൊഴുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും അച്ചമ്മ പറയാണ്, കണ്ടോടാ അവളുടെ ദൈവാധീനം കണ്ടോ? അവൾക്കറിയാം മൂത്തവരെ ബഹുമാനിക്കണമെന്ന്. മോളെ, നീ ആടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മരുമോള്, എൻ്റെ കൊച്ചുമോള്, ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമോള് നീ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നന്ദിനിക്കൊന്നും അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നന്ദിനി ആകെപ്പാടെ ദേഷ്യത്തിലൊക്കെ നിൽപ്പുണ്ട്. കാണാൻ നമുക്ക് കളി എന്നൊക്കെയുള്ള രീതിയിൽ. എന്നിട്ട് വിക്രത്തിനെയും വേദിയും പിടിച്ച് അടുത്ത് നിർത്തുകയാണ്. നല്ല ചേർച്ചയുണ്ട് കേട്ടോ. ശ്രീരാമനും സീതയും പോലെയുള്ള ചേർച്ചയുണ്ട് രണ്ടുപേരും തമ്മിൽ. ഏതായാലും വിക്രം, നീ ഒപ്പിച്ചെടുത്ത് നല്ല കുട്ടിയെ തന്നെയാണ് എന്നൊക്കെ പറയണം. അപ്പോൾ വിക്രത്തിനങ്ങ് ദേഷ്യം വന്ന് നിൽക്കുക. അപ്പോൾ വേദയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യുക. വേദയോട് പറയാണ് അച്ചമ്മ, എടി മോളെ, നീ പോയി അച്ചമ്മയ്ക്ക് ഒരു കാപ്പി ഇട്ട് കൊണ്ടുവന്നേ, ഞാനിന്ന് കുടിക്കട്ടെ. ശരി അച്ചമ്മേ, ഞാൻ കാപ്പി ഇടാം എന്നും പറഞ്ഞ് പോയി വേദ കാപ്പി ഇടാൻ പോവാണ് കേട്ടോ. അപ്പോഴേക്കും കമലയും നന്ദിനിയും ശ്രീജിയൊക്കെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. വേദ പോയിട്ട് ഇനി ഒരു കാപ്പിയും കൂടി ഇട്ട് കൊണ്ട് കൊടുത്താൽ എന്താവും അവസ്ഥ എന്ന് അറിയില്ലല്ലോ. അതുപോലല്ലായിരുന്നോ അന്നത്തെ ബിരിയാണി എന്നൊക്കെ പറയാണ്. അങ്ങനെ വേദ പോയിട്ട് കാപ്പി ഇട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് അച്ചമ്മയ്ക്ക്. അപ്പോൾ അച്ചമ്മ അത് വാങ്ങിച്ചിട്ട് സന്തോഷത്തോടെ കുടിക്കാൻ പോകുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുക. ഇപ്പം തന്നെ അത് തുപ്പിക്കളയും, അല്ലെങ്കിൽ ചീത്ത വിളിക്കും എന്നൊക്കെ ഓർത്തിട്ട്. അതേസമയം അച്ചമ്മ അത് കുടിച്ചിട്ട് പറയാണ്, എടി മോളെ, നല്ല അസല് കാപ്പി, എന്ത് രുചിയാണ് ഇതിന്. ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയുണ്ടല്ലോടി, എൻ്റെ അതേ ടേസ്റ്റ്. എങ്ങനെ നിനക്ക് പിടികിട്ടി? ഇവളീ കമല ഇത്രയും വർഷമായിട്ട് ഒരു നല്ല കാപ്പി ഉണ്ടാക്കാൻ അറിയില്ല. വെറും പച്ചവെള്ളത്തിൽ കാപ്പിപ്പൊടി ഇട്ട് കൊണ്ട് തരും അവൾ. ഇതിപ്പം അച്ചമ്മയുടെ അതേ രുചി, ഞാൻ വെച്ച പോലെ തന്നെയുണ്ട്. നീ എങ്ങനെ പഠിച്ചടി മോളെ? അപ്പോൾ വേദ പറയാണ്, അതേ, അച്ചമ്മയുടെ യൂട്യൂബ് ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഞാനൊരു ഫോളോവറാണെന്നേ.
അതിൽ ഞാൻ വീഡിയോ കണ്ടിരുന്നു അച്ഛമ്മ കാപ്പി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട്? അടിപൊളി! അമ്പടി മോളെ, നീ എൻ്റെ ചാനലിൻ്റെ ഫോളോവറാണോ? കൊള്ളാമല്ലോ, അമ്പടി മിടുക്കി. നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? പിന്നെ അതുപോലെ ഇൻസ്റ്റയിലും അച്ഛമ്മയെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ, ഫേസ്ബുക്കിലും ഉണ്ട്. ആഹാ, അപ്പോൾ എല്ലാത്തിലും നീ ഉണ്ട്. നീ മിടുക്കിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നീ എൻ്റെ അഡ്മിൻ അങ്ങ് ആയിക്കോടി. ആ ശരി, ഞാൻ ആയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അച്ഛമ്മ അങ്ങ് മണി അടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരോടുമായിട്ട് അച്ഛമ്മ പറയുന്നുണ്ട്, കണ്ടോ അവളുടെ ഇത് കണ്ടോ, കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ത് രുചി അവൾ ഉണ്ടാക്കിയിട്ടെന്നറിയോ? എൻ്റെ ചാനൽ അവൾ ഫോളോ ചെയ്യുന്നത്. എൻ്റെ ഓരോ കാര്യങ്ങളും അവൾക്കറിയാം, എൻ്റെ പാചകവും എല്ലാം അറിയാം. അതനുസരിച്ചിട്ട് എൻ്റെ മോള് നല്ലതായിട്ടുണ്ടാക്കി. എൻ്റെ കൊച്ചുമോള്, ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമോളാണ് ഇവള് എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ സുധാകരൻ മാഷിന് ദേഷ്യം വന്നിട്ട് കയറി പോവാണ് കേട്ടോ. കമലയും പുറകെ പോകുന്നുണ്ട്. അന്നേരത്തേക്ക് സുധാകരൻ മാഷ് പറയാണ്, എന്താ ഈ അമ്മ ഇങ്ങനെ കാണിക്കുന്നതെന്ന് അറിയത്തില്ല, ദേഷ്യം വരുന്നുണ്ട്, വല്ലതും പറയാവോ, വല്ലപ്പോഴും ഇങ്ങോട്ട് വന്നിരിക്കുന്നതല്ലേ എന്ന് പറയുമ്പോൾ കമല പറയാം, ഒന്നും മിണ്ടാതിരിക്കുക, ഇനി നമ്മളായിട്ടൊന്നും പറയണ്ട, അമ്മയുടെ വായി ഇരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം അച്ഛമ്മ പറയാ, ഇന്നേ എല്ലാവർക്കും ഉള്ള സദ്യ ഉണ്ടാക്കുന്നത് വേദ ആയിക്കോട്ടെ എന്ന് പറയാണ്. വേദമോളെ, നീ ഉണ്ടാക്കുമോ? എൻ്റെ റെസിപ്പീസൊക്കെ നിനക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സദ്യ വേദ തന്നെ ഇന്ന് ഉണ്ടാക്കും എന്ന് പറയുമ്പം വേദ പറയാണ്, ശരി ഞാനേറ്റു, അച്ഛമ്മയ്ക്ക് ഇഷ്ടമുള്ള എല്ലാം ഞാൻ ഉണ്ടാക്കി തന്നിരിക്കും, അതേ റെസിപ്പികളൊക്കെ തന്നെ എന്ന് പറയുക. ആ അങ്ങനെ മതി മോളെ, അങ്ങനെ മതി എന്നൊക്കെ പറയാണ് കേട്ടോ. അതേസമയം ഇതൊക്കെ കേൾക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട്, ദൈവമേ എന്താവും എന്തോ എങ്ങനെയാണോ അറിയില്ല. അപ്പം വിനായകൻ പറയാണ്, അതേ വയറുടെ കേടാവുമെന്നാണ് തോന്നുന്നത്, ഇവളുടെ സദ്യ ഇന്ന് ഉണ്ട് കഴിഞ്ഞാൽ എങ്ങനെയാവും. അപ്പം ഉടനെ വിക്രം അവിടെ നിന്ന് പറയുന്നുണ്ട്, ദൈവമേ എന്തോ ഒരു അവസ്ഥയാണ് ഇത്, നീ ഇവൾ ഉണ്ടാക്കുന്നതും കൂടെ ഞാൻ കഴിക്കണോ? ഇത്രയും നാളും അങ്ങനെ ഒരു ശല്യമില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. അതേസമയം വേദ പോയിട്ട് അടുക്കളയിൽ എല്ലാ കാര്യവും ഉണ്ടാക്കുകയാണ്. നല്ല ഒന്നാം തരം മട്ടൻ കറിയും അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ കുറേ കറികളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ നമ്മുടെ ശ്രീജയും സഹായിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കറികളെല്ലാം ഉണ്ടാക്കി നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ പറയണേ, കണ്ടോ എൻ്റെ കൊച്ചുമോൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി ഈ മണം വരുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം ഉടനെ തന്നെ നന്ദിനി മനസ്സിൽ പറയാണ്, അറിയാം ഇപ്പം അറിയാം, നല്ല മണം വരുന്നുണ്ട്, കഴിക്കുമ്പോൾ അറിയാം എന്നൊക്കെ പറയാണ്. അപ്പോൾ എല്ലാം റെഡിയായി അച്ഛമ്മേ എന്ന് പറയാണ് വേദ. അപ്പോൾ അച്ഛമ്മ പറയാണ്, എന്നാൽ പിന്നെ എല്ലാവരും ഇരുന്നോ, എല്ലാവർക്കും ഭക്ഷണം വിളമ്പി തരാം. അവൾ വെച്ച ഭക്ഷണം ഇന്ന് അവൾ വിളമ്പട്ടെ. എടാ വിക്രം, നീയും ഇങ്ങ് വന്നേ. എന്താ അച്ഛമ്മേ? നീയും വന്ന് അവളും നീയും കൂടെ വേണം എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കാൻ എന്ന് പറയാണ്. അതെന്തിനാ അവൾ വിളമ്പി കൊടുത്താൽ പോരെ, ഞാനെന്തിനാ വിളമ്പുന്നേ? നീയും അവളും ഒന്നിച്ച് വേണം ഭക്ഷണം വിളമ്പി കൊടുക്കാൻ എന്ന് അച്ഛമ്മ പറയാം. എന്നിട്ട് സുധാരൻ മാഷും കമലയും അതുപോലെ തന്നെ വിശ്വവും വിനായകനും നന്ദിനിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ശ്രീജ ഇരിക്കുന്നില്ല, ശ്രീജ വിളമ്പി കൊടുക്കാൻ സഹായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അച്ഛമ്മയും ഇരിക്കുന്നില്ല. അങ്ങനെ ചോറൊക്കെ വിളമ്പുകയാണ് കേട്ടോ. അതിനുശേഷം കറികളൊക്കെ വിളമ്പുമ്പോഴേക്കും മട്ടൻ കറിയൊക്കെ ഇങ്ങനെ വിളമ്പാൻ പോവാണ്. അപ്പോൾ സുധാകരൻ മാഷിന് വിളമ്പാനായിട്ട് ചെല്ലുകയാണ് വേദ. അപ്പോൾ സുധാകരൻ മാഷ് അവളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ വേദ ഇങ്ങനെ നോക്കിയിട്ട് വിളമ്പാൻ എടുത്തിട്ട് വിളമ്പാതിരിക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ ഇത് കണ്ടിട്ട് അച്ഛമ്മ പറയാണ്, എടാ സുധാകര, ദേ ആ കുട്ടി എത്ര നേരമായി തവി നീട്ടി പിടിച്ച് നിൽക്കുന്നു, ഇതിനൊക്കെ പറയാമല്ലേ അവളോട് വിളമ്പാൻ. അപ്പോഴേക്കും പറയാം, ശരി വിളമ്പ് എന്ന് പറയാണ് സുധാകരൻ മാഷ്. അങ്ങനെ വേദ സന്തോഷത്തോടെ സുധാകരൻ മാഷിന് വിളമ്പി കൊടുക്കുകയാണ്. അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കുക, എല്ലാവർക്കും വിളമ്പി ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിനുശേഷം വിക്രവും വിളമ്പുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടിത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കഴിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അച്ഛമ്മയോട് ഇരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ കമല. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പിന്നെ ഇരുന്നോളാം, നിങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഇരുന്നോളാം എന്ന് പറയുകയാണ്. അപ്പോഴേ എന്നിട്ട് വേദയോടും വിക്രത്തിനോടും പറയുകയാണ് കേട്ടോ, നിങ്ങൾ രണ്ടുപേരും ഇരിക്കുക, പുതുപ്പെണ്ണും പുതുപ്പയ്യനും അല്ലേ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറയാം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീയും വേദയും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറയാണ്. അങ്ങനെ വേദയും വിക്രവും അടുത്തടുത്ത് ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. വേദയാണ് വിക്രത്തിനെ ചേർന്ന് മുട്ടി ഒരുമി ഇരിക്കുക. വിക്രമാണെങ്കിൽ നീങ്ങി ഇരിക്കുന്നുണ്ട്. നീ എന്നെ മുട്ടി ഇരിക്കണമെന്ന് പറഞ്ഞില്ലേ, മുട്ടി ഇരുന്നപ്പോൾ എന്ത് നടക്കും, ഞാൻ മുട്ടിയിരിക്കും എന്നും പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് ശ്രീജ. അങ്ങനെ വിളമ്പി കൊടുത്തു കഴിയുമ്പോഴേക്കും അച്ചമ്മയും കഴിക്കാനിരിക്കുകയാണ്. അച്ചമ്മയ്ക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. അച്ചമ്മ ചോദിക്കുന്നുണ്ട്, ആഹാ കൊള്ളാമല്ലോ, നല്ല അടിപൊളി കറികളൊക്കെ ആണല്ലോ എന്ന് പറയാം.
എന്നിട്ട് എള്ളുണ്ട കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ, ഇത് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് 2 പേർക്കും ഒരേ എള്ളുണ്ട കൊടുക്കുകയാണ്. എന്നിട്ട് എള്ളുണ്ട കഴിക്കാൻ വേദ പോകുമ്പം വേദയോട് പറയാണ്, എടി ഇങ്ങനെയല്ലടി, നിൻ്റെ കയ്യിലിരിക്കുന്ന എള്ളുണ്ട അവൻ്റെ വായി വെച്ച് കൊടുക്കണം, അവൻ്റെ എള്ളുണ്ട നിൻ്റെ വായി വെച്ച് തരണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോറ് വാരി കൊടുത്ത് കഴിക്കണം 2 പേരും. അപ്പം വിക്രം പറയുക, പിന്നെ ദൈവമേ ചോറ് വാരി കൊടുത്ത് അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ വേദ പറയാം, പ്ലീസ് 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 ചോറ് ഞാൻ വാരി തരട്ടെ. അന്നേരം വിക്രം പറയാം വേണ്ട. അപ്പോൾ വേദ പറയാം വാരി തരട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ടേ, എന്താടാ വിക്രം, സാധാരണ പെണ്ണുങ്ങൾക്ക് നാണം, നിനക്കെന്താ നാണം? അവൾ നിനക്ക് ഭക്ഷണം വാരി തന്നാൽ എന്താ, നീ ആ ചോറ് വാരി അവളുടെ വായി വെച്ച് കൊടുത്തേ. അതെൻ്റെ കയ്യിലൊക്കെ കറിയൊക്കെയാണെന്നേ, കറിയല്ലേ കുഴപ്പമില്ല. അപ്പോൾ വേദ പറയാം അതൊന്നും സാരില്ല, ഞാൻ കഴിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ വിക്രം ചോറ് വാരി ഒരു ഉരുള ചോറ് വേദയുടെ വായി വെച്ച് കൊടുക്കുകയാണ്. വേദയാണെങ്കിൽ ഒരു ഉരുള ചോറ് വിക്രത്തിൻ്റെ വായിലും വെച്ച് കൊടുക്കുകയാണ്. വിക്രത്തിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വേദയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, കാരണം ഇത്രയും നാളും കുടുംബത്തോട് ചേർന്ന് നിൽക്കാതെ അതിനുശേഷം കുടുംബത്തോടൊപ്പം എല്ലാവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പം വേദയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇനി വരാൻ കിടക്കുന്ന എപ്പിസോഡുകളാണ്. നമ്മുടെ അച്ചമ്മ ഒരു കലക്കന്നെ കലക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്